ഞങ്ങളുടെ അധ്യാപകരുടെ നിർദ്ദേശമനുസരിച്ച് സ്കൂൾ ലാംഗ്വേജ് ഫെസ്റ്റിനു വേണ്ടി ഒരു യാത്രാ വിവരണം തയ്യാറാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതിനായി ആൽവിൻ സാർ ഞങ്ങളോടൊപ്പം വണ്ടിയുമായി സഹായത്തിനെത്തി. ഇതിനായി സ്കൂളിന് സമീപത്തുള്ള മനോഹരമായ സ്ഥലങ്ങളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്നും യാത്ര തിരിച്ചു. ഇതാണ് NH 183. പണ്ട് ഇത് KK റോഡ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് യാത്രയ്ക്കും കച്ചവട സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ റോഡ് നിർമ്മിച്ചത്. ഇതാണ് 35-ാം മൈൽ. ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടമായി ഇവിടം അറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർ കച്ചവടത്തിനുള്ള ഹബ്ബായി ഈ സ്ഥലം കണ്ടിരുന്നു. നമ്മളുടെ യാത്രയുടെ ആദ്യ ഭാഗം ബോയ്സ് എസ്റ്റേറ്റിലൂടെയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 ആരാധനാലയങ്ങളാണ് ബോയ്സ് അമ്പലവും എക്യുമെനിക്കൽ പള്ളിയും. ഹൈറേഞ്ച് സ്പോർട്സ് അക്കാഡമിയുടെ കീഴിൽ നമ്മുടെ സ്കൂളിലെ ഉൾപ്പെടെയുള്ള കുട്ടികൾ പരിശീലനം നേടുന്ന സ്ഥലമാണിത്. പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ഈ ഗ്രൗണ്ടിൽ നിന്ന് പരിശീലനം നേടിയാണ് കുട്ടികൾ സംസ്ഥാന ദേശീയ കായിക മേളകളിൽ വരെ പങ്കെടുക്കുന്നത്. ഇതൊരു ചരിത്ര അവശിഷ്ടമാണ്. റോപ്പ് വേയുടെ കാലിൻ്റെ അവശിഷ്ടമാണിത്. ഇത് ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. ഈ റോപ്പ് വേ നിർമ്മിച്ചത് പീരിമേട്ടിൽ നിന്ന് തേയില കൊണ്ടുവരാനാണ്. എന്നാൽ ഇതൊരു വലിയ പരാജയമായി മാറി. ഇതാണ് വള്ളിയാങ്കാവിനും തെക്കേമലയ്ക്കും പോകുന്ന റോഡ്. ഈ വഴി തന്നെയാണ് പാലൂർക്കാവിനും ആനക്കുളത്തിനും പോകുന്നത്. ഇതാണ് മണിക്കൽ റബ്ബർ ഫാക്ടറി. ഇത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉള്ളതാണ്. ഇതാണ് മണിക്കൽ ജംഗ്ഷൻ. ജയസൂര്യയുടെ ഈശോ എന്ന സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇതാണ് വള്ളിയാങ്കാവിലേക്കുള്ള വഴി. ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഈ പാലമായിരുന്നു ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത്. അതിൻ്റെ അവശിഷ്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, സിനിമാ നടൻ തിലകൻ താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു ഇത് എന്ന്. ഇതാണ് മനോഹരമായ തെക്കേമല വെള്ളച്ചാട്ടം. മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടം കൂടുതൽ മനോഹരമാണ്. നല്ലതണ്ണയുടെ താഴെയുള്ള അരുവികളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്.
അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിച്ചു.